ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം മാം. യെസ്. കേൾക്കാം കേൾക്കാം കേൾക്കാം. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? അൽഹംദുലില്ലാ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ സെഷൻ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സെഷനാണ്. കാരണം നമ്മളുടെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ് ഇന്ന് വെബിനാർ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരു ടീച്ചർ ഒരു ട്രെയിനറായ എല്ലാവർക്കും ഈ ഒരു ഫീലിംഗ് മനസ്സിലാവും. വേറെ നിങ്ങളിങ്ങനെ ചാരി ഇരുന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വേറൊരാള് നമ്മളുടെ സ്റ്റുഡന്റ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എനിക്ക് വേർഡ്സ് ഒക്കെ വളരെ കുറവായിരിക്കും ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ വന്നിരിക്കുന്നത് ഇസ് എ ലൈഫ് ആൻഡ് വെൽനസ് കോച്ച് യാസ്മിൻ മൻസൂർ മാം ആണ്. സൗദി അറേബ്യയിലാണ് താമസം. ആള് നമ്മളുടെ 11th ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു, ബിക്കം എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനറിന്റെ. ഇന്ന് നിങ്ങൾക്ക് അതിമനോഹരമായ ടോപ്പിക്, ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം നേടുന്ന ഒരു ഏരിയ ആണ് ഈ ഇമോഷൻ. അതെന്താണെന്നും നമുക്ക് എങ്ങനെ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്നത്തെ സെഷൻ ത്രൂ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടാവും. ഐ എം പ്രൗഡ്ലി പ്രസന്റിംഗ് മൈ ഡിയറസ്റ്റ് സ്റ്റുഡന്റ് യാസ്മിൻ മൻസൂർ മാം. ഓവർ ടു യു മാം. മ്യൂട്ടാണ്. നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവര് ഒന്നും മിണ്ടാതിരിക്കുമ്പോ ആരുമില്ലാത്തൊരു ഫീലിംഗ് വരാറുണ്ടോ? നമ്മുടെ ഇമോഷൻസ് ഒരു മെഷീൻ ആണെങ്കിൽ അതിന്റെ റിമോട്ട് കൺട്രോള് നമ്മുടെ കയ്യിലാണോ അതോ മറ്റുള്ളവരുടെ കയ്യിലാണോ? എന്താ തോന്നുന്നേ? തീർച്ചയായും നമ്മുടെ ഇമോഷൻസിന്റെ കൺട്രോൾ മറ്റാർക്കും കൊടുക്കാൻ പാടില്ല, അല്ലേ? നമ്മുടെ ഇമോഷൻസിന്റെ ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് മറ്റുള്ളവർ നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, ആര് തന്നെ ആയിക്കോട്ടെ, അവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നണം. ഇനി അവരുടെ മൂഡ് മാറുന്നതനുസരിച്ച് എൻ്റെ മൂഡും മാറും, എൻ്റെ പെരുമാറ്റം മാറും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു അവിയൽ പരുവായി പോകും. ശരിക്കും നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് നേരെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അക്വയർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കില്ലാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ്. ഐ എം യാസ്മിൻ മൻസൂർ, ലൈഫ് ആൻഡ് വെൽനസ് കോച്ച്. അപ്പൊ ഇമോഷണൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം. നമ്മള് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നവരാണ് ഓരോ മനുഷ്യരും. പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ സ്വന്തത്തെ നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്ത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുപോലെ മറ്റുള്ളവർ പലതും പറയും. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പല കാര്യങ്ങളും പറയും. ആ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി റിഫ്ലക്ഷൻ ഓഫ് ദംസെൽസ്. അവരുടെ തന്നെ ഒരു പതിപ്പാണ് അവർ നമ്മളോട് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടാവും, ഓരോരുത്തർ മനസ്സിലാക്കുന്നത്, അവരെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓരോ ആളുകൾ നമ്മളോട് പല കാര്യങ്ങളും പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ചുമ്മാ ചുമ്മാ കള്ളം പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. കാരണം അവർ കള്ളം പറയുന്നുണ്ട്, എല്ലാവരും കള്ളം പറയുമെന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ കള്ളം പറയുന്ന ആളായിട്ട് മാറുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നു, വീട്ടിലാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ആരും ഇല്ല, ഒരു കമ്പനി ഇല്ലാതെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലിംഗ് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നിക്കഴിഞ്ഞാലും എന്താ പറ്റുക? എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എനിക്ക് ഒരു കമ്പനി തരാൻ ആരുമില്ല, അങ്ങനെയൊക്കെ തോന്നിയാൽ
നമുക്ക് നമുക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ ഡൗൺ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് സഹായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ അപ്രൂവൽ വേണം, അറ്റൻഷൻ വേണം, നമ്മുടെ സ്വഭാവം മറ്റുള്ളവരുടെ സ്വഭാവം അനുസരിച്ച് മാറും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ലാതായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് എത്തിപ്പെടാൻ പാടില്ല. ശരിക്കും ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലൈഫ് സ്കില്ലാണ്. ഏതൊരു സ്കില്ലിനെയും പോലെയും ഈ ഒരു സ്കില്ലും, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉള്ള സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അത് പ്രാക്ടീസിലൂടെ, ഡെയിലി പ്രാക്ടീസിലൂടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്താണ്? സമാധാനമാണ്, അത് പക്വതയുള്ള ഒരു പെരുമാറ്റമാണ്, അതുപോലെ നമ്മളുമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി കണക്ഷൻ, ഒരു സെൽഫ് കണക്ഷനും കൂടിയാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ഫീലിങ്സ് നമ്മുടെ ജീവിതത്തെ ഭരിക്കാനായിട്ട് പാടില്ല. ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതരം പ്രശ്നങ്ങൾ, പലതരം ആളുകൾ നമ്മുടെ ചുറ്റും, നമ്മുടെ കൂടെ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെ, പല പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇമോഷണലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ല. നമ്മള് നമ്മുടെ സമാധാനം, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് ഇരിക്കുന്നെങ്കിൽ നമുക്ക് എങ്ങനെ സന്തോഷം കിട്ടുക? ഓരോരുത്തർക്കും പല പല മൂഡുകൾ വരും. ചിലപ്പോൾ സങ്കടം വരും, ദേഷ്യം വരും, സന്തോഷം വരും. അതിനനുസരിച്ച് നമ്മളും സങ്കടവും സന്തോഷവും ദേഷ്യവും കൊണ്ട് നടക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ ജീവിതം മുന്നോട്ട് പോവുക. അപ്പം ഫോർ എക്സാമ്പിൾ, വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മൾ ആർക്കെങ്കിലും ഒരു വിശേഷം അന്വേഷിച്ചു, നമുക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ മെസ്സേജ് വന്നില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി മെസ്സേജ് ഒന്നും വന്നില്ല. അപ്പോൾ ആദ്യ കയറാൻ തുടങ്ങി. അതുപോലെ നമ്മളെ പ്രശംസിക്കുമ്പോൾ പ്രശംസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഭയങ്കര അടിപൊളി. പക്ഷെ എന്തെങ്കിലും വിമർശനങ്ങൾ വന്നാലോ പിന്നെ ഒരു പരിപാടിയില്ല, തകർന്ന തരിപ്പണായി പോകുന്ന ഒരവസ്ഥ. അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ഇമോഷൻസ് കൂടാതെ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടെ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുക? നമ്മൾ ആകെ എക്സോസ്റ്റ് ആയി, നമുക്ക് ഒരു വീർപ്പ് മുട്ടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സന്തോഷവും സമാധാനവും ഒന്നുമില്ലാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ? എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമാധാനം. അപ്പോൾ ആ സമാധാനത്തിലേക്കുള്ള ഒരു വഴിയാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നമുക്ക് നല്ല സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾക്ക് നല്ലൊരു ഇന്നർ ബാലൻസ് നൽകും. അതുപോലെ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും. നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ ഡിഗ്നിറ്റി, അതൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മുടെ ആത്മാഭിമാനം നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇമോഷണൽ ഇൻഡിപെൻഡൻസിലൂടെ സാധിക്കും. നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും ഇമോഷൻസും ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല, ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉള്ള എന്തിനാണ്? നമ്മുടെ കാര്യത്തിലാണ്. ഞാൻ എന്ത് സംസാരിക്കണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ഞാൻ ഏത് ഇമോഷനിലൂടെ കടന്നു പോകണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏത് ഫീലിങ്സ് വന്നാലും, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, ദേഷ്യമാവട്ടെ, നിരാശയാവട്ടെ, എന്ത് ഫീലിങ്സ് വന്നാലും ആ ഫീലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും എൻ്റെ ഇമോഷന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഇമോഷണൽ ഇൻഡിപെൻഡൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി യഥാർത്ഥ സ്നേഹവും ഇമോഷണൽ ഡിപ്പെൻഡൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇമോഷണൽ ഡിപ്പെൻഡൻസിന് നമുക്ക് അറ്റാച്ച്മെന്റ് എന്ന് പറയാം. ഒരു വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് രണ്ടാണ്. അറ്റാച്ച്മെന്റും ലവും രണ്ട് കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് സമാധാനം കൊടുക്കും.
ആദ്യത്തെ കാര്യം തന്നെ അവർക്ക് സമാധാനം കൊടുക്കും. അവർക്ക് സമാധാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കണം, അല്ലെ? നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ കാര്യങ്ങളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽത്തി ലവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ മാരീഡ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യമാണ് സ്പേസ്, പ്രൈവറ്റ് സ്പേസ്. ഭാര്യയ്ക്ക് ഭാര്യതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ്, ഭർത്താവിന് ഭർത്താവിൻ്റെതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ്. അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ്, അവരുടെ ജോലികൾ, അതുപോലെ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും സഹായിക്കുമ്പോഴാണ് അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും അവർ രണ്ട് വ്യക്തികൾ നന്നായിട്ട് സെൽഫ് ഡെവലപ്പായി വരികയും അങ്ങനെ സെൽഫ് ഡെവലപ്മെന്റ് നേടിയെടുത്ത രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതം അതിസുന്ദരമായി മാറുകയും ചെയ്യും. ഓക്കെ. നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ പാർട്ട്ണറെ നമുക്ക് നന്നായിട്ട് സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഹസ്ബൻഡിന് ഒരു പ്രയാസം വന്നു. ഇപ്പോൾ കുറച്ച് ബിസിനസ്സിൽ ലോസ് വന്നു, നല്ല പ്രയാസത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കും പ്രയാസമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനാണ് പ്രയാസം വന്നത്, നമുക്ക് പ്രയാസമുണ്ട്. പക്ഷേ ആ ഭർത്താവ് പ്രയാസപ്പെടുന്ന പോലെ തന്നെ നമ്മളും പ്രയാസപ്പെട്ട് അങ്ങോട്ടും പ്രയാസം ഇങ്ങോട്ടും പ്രയാസം ഒന്നും ചെയ്യാൻ പറ്റാതെ, അത് ശരിക്കും സ്നേഹമാണോ? പലരും അത് സ്നേഹമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് ആ മനുഷ്യനെ പോയി സാന്ത്വനപ്പെടുത്താനും സമാധാനിപ്പിക്കാനും നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. നമ്മൾ ആ ഭർത്താവിന്റെ ഇമോഷൻസ് നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നമ്മൾ അതേ ഇമോഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർ എന്താണെന്ന് മനസ്സിലാക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ അഭിമാനം സംരക്ഷിക്കുക, അവരെ വളരാൻ അനുവദിക്കുക, അവരെ പേഴ്സണലി വളരാനായിട്ട് അനുവദിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇനി ഇമോഷണൽ ഡിപ്പെൻഡൻസും അറ്റാച്ച്മെന്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ. എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷം വരില്ല. എന്നെ സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ മക്കൾ സന്തോഷിപ്പിക്കാം, എനിക്ക് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ അറ്റാച്ച്മെന്റിൽ വരുന്നത്, അല്ലെ? എപ്പോഴും ഈ കൊച്ചു കുട്ടികളൊക്കെ വന്ന് പറയത്തില്ലേ, ഇത് കൊള്ളാവോ, ഇത് ഞാൻ ഡാൻസ് കളിക്കുന്നു നോക്ക്. അതൊക്കെ പോലെ എപ്പോഴും ഓരോ തവണയും കറി വെക്കുമ്പോൾ ആ കറി നല്ലതാണോ പറയണം. ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യം ഇടയ്ക്കൊക്കെ പറയും, നീ പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയില്ല. അതുപോലെ ആ വ്യക്തിയുടെ ഇപ്പൊ നമ്മൾ പാർട്ട്ണറെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ മൂഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ സമാധാനവും നമ്മുടെ മൂഡ് മാറും. അതുപോലെ എന്താണ്, അങ്ങനെ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ല, എനിക്കൊരു പേഴ്സണാലിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ആയിപ്പോവും. അപ്പോ ആ സ്നേഹം, ആ അറ്റാച്ച്മെന്റിലുള്ള ആ ബന്ധത്തിലുള്ള സ്നേഹം എന്താവും? സ്നേഹം ശരിക്കും ഒരു ജയിൽവാസം പോലത്തെ സ്നേഹമായിപ്പോവും. കാരണം നമുക്ക് സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പാർട്ട്ണർ സങ്കടപ്പെടുമ്പോൾ നമ്മളും സങ്കടപ്പെടുന്നു, തകർന്നു പോകുന്നു. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വീക്കായി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ? ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? അപ്പോൾ നമ്മുടെ സ്നേഹം എന്താണ്? സ്നേഹം നമുക്ക് ശക്തി നൽകണം. നമ്മളെ വീർപ്പ് മുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ശക്തി പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മൾ അങ്ങ് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്നേഹം കൊണ്ട് യാതൊരു ഗുണവുമില്ല, അല്ലേ? അതുപോലെ എന്താണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ വാല്യൂസ്, അല്ലെ, നമ്മുടെ ഫീലിങ്സ്, അതുപോലെ നമ്മുടെ ബൗണ്ടറീസ്. എന്തിനാ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ബൗണ്ടറിയുടെ കാര്യം? കാരണം കറക്റ്റ് ബൗണ്ടറീസ് വേണം, എങ്കിലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് അനുവദിക്കുകയാണെങ്കിൽ അത് എനിക്ക് എൻ്റെ സെൽഫ് ഡെവലപ്മെന്റിനെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ, അവർ ഫ്രണ്ട്സിലൂടെ പോകും, കളിക്കാൻ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വകവെച്ച് കൊടുക്കുക. അപ്പോൾ അവർക്ക്
പേഴ്സണലി ഗ്രോ ചെയ്യും. അപ്പോൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ സ്നേഹം നാച്ചുറലി വളരുകയും ആ ദാമ്പത്യം വളരെ സുന്ദരമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി ലോ ഇമോഷണൽ ഇൻഡിപെൻഡൻസിന്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ വാക്കും ഓരോ തവണ മിണ്ടാതിരിക്കുമ്പോഴും ഓരോ നമുക്ക് വരുന്ന വാട്സാപ്പ് മെസ്സേജുകളും അതിനെക്കുറിച്ച് അങ്ങ് കാട് കയറി ചിന്തിക്കുക. അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല എന്ന് പറയാനൊരു മടി. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ മടിയാണ്. ഇനി അവരെന്ത് വിചാരിക്കും? അപ്പോൾ ഇനി നമുക്കത് പ്രയാസമാണ്, നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും അത് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ 100 പേരെടുത്ത് ചോദിക്കുക. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പേടി. ഇനി എന്താവും ആ ഒരു ആധി. അതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ, നമ്മൾ ഇന്നത്തെ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഞാനായിരിക്കണം നാളെ. അപ്പോൾ ആ ചേഞ്ചിനോ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും അതിന് ഒരു നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കണം, എങ്കിലേ മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. പിന്നെ ആരെന്ത് പറഞ്ഞാലും പേഴ്സണലി അങ്ങ് എടുക്കാം. എന്നെയാ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാ, മറ്റുള്ളവർ പറയുന്നതെല്ലാം പേഴ്സണലി എടുത്ത് അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് ആകെ വിഷമിച്ച് ജീവിതം മൊത്തം മനസമാധാനം ഇല്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഫീലിംഗ് എംപ്റ്റി, ഒറ്റയ്ക്കുള്ളപ്പോഴത്തേക്ക് ആരുമില്ല എന്നുള്ള തോന്നല്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല. ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ആരുമില്ല, എനിക്ക് പേടിയാവുന്നു. പിന്നെ ശരിക്കും ഒരു ഒപ്പീനിയൻ പറയാൻ, ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഒപ്പീനിയൻ പറയാൻ പേടിയാണ്. അത് ശരിയാണോ, ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുവോ, അങ്ങനെയൊക്കെയുള്ള കുറെ ബിലീവ്സ് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കുറഞ്ഞ ആളുകൾ, അതായത് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പം നമ്മൾ ഒന്ന് ചോദിച്ചു നോക്കുക, ഇവർ മിണ്ടാന്നിരുന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത്? അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും, അല്ലെങ്കിൽ ദേഷ്യം വന്ന് കാണും. ആ മിണ്ടാതിരിക്കുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മിണ്ടിക്കോളും. ആ ഒരു അഷുറൻസ് ഇല്ലാതെ, ആ ഒരു സമാധാനം ഇല്ലാതെ നമ്മൾ ഈ സൈലൻസിന്റെ കാര്യത്തിൽ എത്രയും വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ എന്താ പറ്റാത്തത്? അവിടെയും പീപ്പിൾ പ്ലേസിംഗ് ആണ്. അവരെന്ത് വിചാരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? എന്തിനാണ് എല്ലാവരുടെയും അപ്രൂവൽ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? അതിൽ ഓരോ കാര്യത്തിനും മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. അപ്പോ ഇതിന്റെ അർത്ഥം നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്നോ, നമ്മൾ വീക്കാണെന്നോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവശ്യമുണ്ട്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസും ഇമോഷണൽ ഇന്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ആണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ ഇമോഷണൽ വിസ്ഡം ആണ്. അതായത് ഇമോഷണൽ ഇന്റലിജൻസിൽ നമ്മൾ നമ്മുടെ ഇമോഷൻ എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണെന്നും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടു, അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഹസ്ബൻഡ് ഇമോഷൻ ദേഷ്യം, എൻ്റെ ഇമോഷൻ സങ്കടം. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ കയറി അറ്റാക്ക് ചെയ്യുകയോ അതിനെ ചൊല്ലി നമ്മൾ സംസാരിക്കുകയോ റിയാക്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്താണ് ഇമോഷണൽ വിസ്ഡം, അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതെന്താണ്? ഒരു എംപതൈസ് ചെയ്യുകയാണ്. ഇപ്പം അദ്ദേഹം ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ സങ്കടപ്പെട്ടു, വഴക്ക് പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ വിഷമമായിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാതെ എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടാണ്, എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഗുണങ്ങൾ. അപ്പം മെച്യൂറായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ? അതുപോലെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ റിയാക്റ്റ് ആണ് ചെയ്യുന്നത്.
എന്തെങ്കിലും ഒന്ന് നമുക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ചാടിക്കയറി എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അതാണ് റിയാക്ഷൻ. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച്, ചിലപ്പോൾ ആ സമയത്ത് സംസാരിച്ചാൽ ശരിയാവില്ല, അന്ന് സംസാരിക്കേണ്ട, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ആ കാര്യത്തിനെ കുറിച്ച് ക്ലാരിഫൈ വരുത്തുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നല്ല മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കും. അത് മെയിനായിട്ടും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഇമോഷൻസിനെയും നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന പോലെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഇമോഷണൽ ഇന്റലിജൻസ് അക്വയർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്താണ്? ഇമോഷണൽ ഇൻഡിപെൻഡൻസ് മറ്റുള്ളവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ, അതായത് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാതെ, അവരുടെ അപ്രൂവലും ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ ബിഹേവിയർ മാറുന്നതനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറുന്നില്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. അതായത് എന്നെ സന്തോഷിപ്പിക്കാൻ ഞാനുണ്ട്, എന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള ഒരു മോട്ടോ ആണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് ഇന്നർ സ്ട്രെങ്ത്, നമുക്ക് ഉള്ളിലൊരു ധൈര്യമാണ്, നമുക്കൊരു സമാധാനമാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ മറ്റുള്ളവരെല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യണമെന്നുണ്ടോ? അവർക്കും പല പല മൂഡുകളിലൂടെ കടന്നു പോകും, പലരും പലതും പറയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഓക്കെ, അത് പോട്ടെ, സാരമില്ല, അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു പോയതാണ്. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. ഇപ്പൊ നമുക്ക് ഇമോഷണൽ ഇൻഡിപെൻഡൻസും വേണം, അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസും വേണം. രണ്ടും കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുക. പിന്നെ നമുക്ക് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു സ്കില്ലാണ്, ലൈഫ് സ്കില്ലാണ്. അപ്പോൾ ഏതൊരു സ്കില്ലിനെയും പോലെ നമുക്കിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മളെ കുഞ്ഞു മക്കള് 1 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർ നടക്കാൻ തുടങ്ങും അല്ലേ? നടന്ന് ആദ്യം ഒന്ന് വീഴും, പിന്നെ അവർ എണീറ്റ് നടക്കും, വീഴും അല്ലേ? അതുപോലെ പതുക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ട് നമുക്ക് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ട കാര്യമാണ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. നോ യുവർ സെൽഫ്. ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് എനിക്ക് എങ്ങനെ ഇപ്പോ ഈ നിമിഷത്തിൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് എന്താണ് വേണ്ടത്, എന്താണ് എൻ്റെ വാല്യൂസ്, എൻ്റെ ആദർശം എന്താണ് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാനെന്ന് കാമാകാനായിട്ട് എനിക്ക് എന്താ കിട്ടുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് കാമാവാൻ പറ്റും, എന്തൊക്കെയാണ് എനിക്ക് ലിമിറ്റ്സ് ആയിട്ടുള്ളത്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. തീർച്ചയായും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ലിമിറ്റ്സും നമുക്ക് ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പോൾ മറ്റുള്ളവർ എന്നെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെൽഫ് അവയർനെസ് ഇൻക്രീസ് ചെയ്യുകയും നമ്മളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അതിന് സെൽഫ് അവയർനെസ്സിന്റെ ജേർണലിംഗ് ഒക്കെ നമുക്ക് നെറ്റിൽ കിട്ടും. അതൊക്കെ നമ്മൾ ജേർണലൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. നമ്മൾ വിചാരിക്കും നമുക്ക് നന്നായിട്ട് അറിയാം, എനിക്കല്ലേ അറിയാവുന്നു. പക്ഷേ നമുക്ക് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഇത്രയും വലിയൊരു സംഭവമാണല്ലേ എന്ന് നമുക്ക് തോന്നുക. അതിൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ അതൊരു സ്കില്ലാണ്, അതൊരു നല്ല സ്കില്ലാണ്. നമുക്ക് നമ്മുടെ അറിയില്ല, നമ്മളെ നന്നായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സുഖമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റും, നമ്മളെ വിഷമിപ്പിക്കാനും അവർ സന്തോഷം തരുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമല്ല, നമുക്ക് എപ്പോഴും ഒരു സമാധാനത്തിലൂടെയുള്ള സന്തോഷമാണ് വേണ്ടത്. ഇനി അടുത്തത് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടുന്ന ഒരു കാര്യമാണ് സെൽഫ് സൂത്ത്.
അതായത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക, അതുപോലെ നമ്മൾ സമാധാനിപ്പിക്കുക. പെട്ടെന്ന് ചാടിക്കേറി റിയാക്ട് ചെയ്യാതിരിക്കുക, പെട്ടെന്നൊരു ദേഷ്യം വന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടൊരു മെസ്സേജ് അയക്കാതിരിക്കുക. അതുപോലെ പെർമനന്റ് ഡിസിഷൻസും ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡിസിഷൻ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ അത് നമുക്ക് നന്നായിട്ട് സെൽഫ് സൂത്തിങ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് സൂത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റോപ്പ് സീക്കിങ് അപ്രൂവൽ ഫ്രം എവ്രി വൺ. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. എല്ലാവർക്കും നമ്മൾ മനസ്സിലാവും, നമുക്ക് എല്ലാവരെയും മനസ്സിലാവില്ല. അതുപോലെ നമ്മളെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മള് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അല്ല നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളൊരു ജെമ്മാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയാണ് വേണ്ടത്. പീപ്പിൾസ് ഒപ്പീനിയൻസ് ചേഞ്ച് ക്വിക്ലി, അല്ലേ? അവര് ഇന്നെന്ന് പറയും, നാളെ എന്ന് പറയും, മറ്റന്നാന്ന് പറയും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് വേണ്ടത്, എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്കറിയാം, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ ഒരു സമാധാനം, അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ അടുത്തത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഓ ഞാനിത് ചെയ്തു തരാം, ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുക, ഞാൻ ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ എപ്പോഴും ചെയ്യാം അല്ല ഞാൻ ചെയ്തു തരും, അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമുക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമുക്ക് പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഓൺ ഹാപ്പിനെസ്. ഒരുപാട് വട്ടം ഞാനിപ്പോൾ പറഞ്ഞു, നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ്, നമ്മുടെ ഇമോഷന്റെ റിമോട്ട് നമ്മുടെ കൈകളിലാണ്. അത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ചെയ്യുക, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അവരുടെയൊക്കെ ഇമോഷൻസ് തലയിൽ കയറ്റി വെച്ച് നമ്മൾ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കേണ്ട കാര്യമില്ല. അതുപോലെ ആർക്കും തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷം തരാനായിട്ട് കഴിയില്ല. നമ്മൾ വിചാരിക്കണം എനിക്ക് സന്തോഷമായിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതം പടുത്തുയർത്തുക. അതുപോലെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക, സെൽഫ് കെയർ ചെയ്യുക, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ നമ്മൾ തന്നെ പുഷ് ചെയ്യുക. ചിലപ്പോൾ മടിയൊക്കെ തോന്നും, അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് പുഷ് ചെയ്ത് വിടുക. അങ്ങനെയല്ലേ നല്ല ഫ്രണ്ട്സ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ശരിയാക്കണം, എനിക്ക് സന്തോഷം തരണം, സമാധാനം തരണം, അങ്ങനെയല്ല. നമുക്ക് സന്തോഷം നേടിയെടുക്കുകയും അത് തിരിച്ചങ്ങോട്ട് കൊടുക്കാനും പറ്റുമ്പോഴാണ് ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാവുക. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉറ്റവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസും ഫാമിലി റിലേഷൻഷിപ്പും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഫാമിലിയിൽ ഭർത്താവിനൊരു സ്വഭാവമായിരിക്കും, ഭാര്യയ്ക്കൊരു സ്വഭാവമായിരിക്കും, മക്കൾക്കൊരു സ്വഭാവമായിരിക്കും. അപ്പോൾ പല സ്വഭാവങ്ങൾ വരുമ്പോൾ അവിടെ എന്താണ്, പേരൻസ് മക്കളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മക്കളുടെ ചില ചെയ്തികൾ നമുക്ക് വിഷമം ഉണ്ടാക്കും, നമുക്ക് നാണക്കേടാണ്. അതുപോലെ മക്കളുടെ കാര്യങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നൊരു ഇമോഷണൽ പ്രഷറിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ആത്മാഭിമാനം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ട്രാപ്പിൽ അകപ്പെട്ടതുപോലെ നമുക്ക് തോന്നില്ല. നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ആള് നമ്മൾ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, ഓ എൻ്റെ ജീവിതം നശിച്ചു പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പലപ്പോഴും സ്ത്രീകൾ പറയാറുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? സ്വന്തം കാര്യം നോക്കാത്തത് കൊണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം, അല്ലേ? നമുക്ക് നമ്മുടെ പേരൻസിനെയും നമ്മുടെ പാർട്ട്ണറിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. പക്ഷെ എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം, അത്രേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ പെയിന്, മറ്റുള്ളവരുടെ ഇമോഷൻസ് അബ്സോർബ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയും നമുക്ക് അതുവഴി നമ്മുടെ കൂടെ ഉള്ളവർ നന്നായിട്ട് മനസ്സിലാക്കാനും എമ്പതൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്.
ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസിന്റെ ഒരു സ്പിരിച്വൽ സൈഡും കൂടെ പറയട്ടെ. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ആരെയും വേണ്ട എന്നല്ല. എനിക്ക് ഞാനുള്ളത് കൊണ്ട് എനിക്ക് ആരും വേണ്ട എന്നല്ല. എനിക്ക് വേണം. നമ്മുടെ ഹൃദയം ആദ്യം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആരുമായിട്ടാണ്? അള്ളാഹുവുമായിട്ടാണ്. അള്ളാഹുവിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോ ആ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ, നമുക്ക് കുടുംബം, സുഹൃത്തുക്കളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോ അവരെയൊക്കെ അള്ളാഹു തന്ന ഒരു സോഴ്സാണ് നമുക്ക് സന്തോഷിക്കാനും നമുക്ക് സമാധാനം കിട്ടാനും ഒക്കെ. അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് സ്ട്രെങ്ത് തരേണ്ടത്, നമുക്ക് നല്ല ദൃഢത നൽകേണ്ടത്, നമുക്ക് സന്തോഷം തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ആളുകൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മുടെ ഇന്റൻഷൻ എന്താണ്, എന്റെ നീയത്ത് എന്താണെന്നുള്ളത് അള്ളാഹുവിനെ അറിയാം. നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്, വീക്ക്നെസ് ഉണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിനെ അറിയാം. നമ്മുടെ ഹൃദയം അള്ളാഹുവുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുമായിട്ട് സംസാരിക്കാറുണ്ടെങ്കിൽ, ദുആ മാത്രം ചെയ്യുന്നതല്ല, നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്താവും റബ്ബേ, അങ്ങനെയൊക്കെ ഒരു സംസാരം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഈ ലോകത്തെ ഏറ്റവും സൂപ്പർ പവർ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ പിന്നെ മറ്റാരും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ അള്ളാഹു ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോൾ പിന്നെ നമുക്ക് ലോകം പിടിച്ചടക്കാനുള്ള ധൈര്യം കിട്ടും. നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെയും നമ്മുടെ ഉറ്റവരെ ഉടവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അപ്രൂവൽ നമുക്ക് ആവശ്യമില്ല എല്ലാ കാര്യത്തിനും. ചിലപ്പോൾ ഒരു പ്രശംസ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എപ്പോഴും ആ പ്രശംസ കിട്ടിയാൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അത് അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു, നമ്മൾ കെയർ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ആത്മാഭിമാനം ആരോടും നമ്മൾ പണയം വെക്കുന്നില്ല. എൻ്റെ അള്ളാഹുവിനെ അറിയാം. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അള്ളാഹു എൻ്റെ അടുത്തുണ്ട്. എനിക്ക് അള്ളാഹു മതി. അപ്പൊ ഇതെന്താണിത്? ഇതാണ് തവക്കുൽ. തവക്കുൽ എന്ന് വെച്ചാൽ അള്ളാഹുവിലെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, ബാക്കിയെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇത് വിശ്വാസിയുടെ ഒരു മാധുര്യമാണ് തവക്കുൽ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച അതേ മാർഗത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. തീർച്ചയായും അള്ളാഹു സഹായിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. there will be magic in our life. ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോണൊക്കെ മാറ്റിവെച്ച് ഒരു ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക കുറച്ചു നേരം. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് ഒരു ബുക്കൊക്കെ വായിച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് മിണ്ടാതിരിക്കുക. എന്നിട്ട് നമ്മുടെ ഫീലിങ്സ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു, എനിക്ക് ബോർഡാണ്, അങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ ഫീലിങ്സ് ഒന്ന് എഴുതി വെക്കാം, ഒരു ജേണൽ ചെയ്യാം. അതുപോലെ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ്, കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസിന് പോലും എല്ലാവരുടെയും പല ആളുകളുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിയണം. എടുത്തു നോക്കണം, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള 1, 2, 3 കാര്യങ്ങൾ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ നോക്കുക. അതാണ് സെൽഫ് കെയർ. ഇപ്പൊ നന്നായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്ത് ഒന്ന് കുളിക്കുന്നതാകാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊരു ഔട്ടിങ്ങിന് പോകുന്നതാകാം. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ 1, 2, 3 കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉള്ളിലൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചാടിക്കേട് റിയാക്ട് ചെയ്യാതെ ഒന്ന് ആലോചിച്ച് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യത്തിനും എല്ലാ ആളുകൾക്കും ഒരു ബൗണ്ടറി നിശ്ചയിക്കുക. അതിന്റെ അപ്പുറം ആരെയും കടത്താതിരിക്കുക. എന്ന് വെച്ചാല് ഇപ്പം എനിക്ക് ഇന്ന വാല്യൂസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ അതിലേക്ക് മറ്റുള്ളവരെ കടത്താതിരിക്കുക. നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നമ്മൾ ഇത്രയും നേരം പഠിച്ചു. ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ഹൃദയം കല്ലാവുന്നതാണോ ഇമോഷണൽ ഇന്റലിജൻസ്? അല്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ.
അതുപോലെ പേടിയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യജിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കെയർ ചെയ്യാം. പക്ഷെ അവരുടെ ഇമോഷൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുത്ത് നമ്മൾ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ അപ്രൂവൽ, മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് കിടന്ന് പാടുപെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ, നല്ല ശുദ്ധവായു കിട്ടിയ ഒരു പ്രതീതിയായിരിക്കും. നമുക്ക് ഉള്ളിലെ നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ആർക്കും നമ്മളെ തകർക്കാനോ തളർത്താനോ കഴിയില്ല. മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, നമ്മളെ നഷ്ടപ്പെടുത്താതെ തന്നെ. അതിനെല്ലാം ഉപരി നമ്മൾ എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ആ തവക്കലോടുകൂടി ജീവിക്കുമ്പോഴാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പൂർണ്ണമാവുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ലൈഫ് സ്കില്ലാണ്, ഒരു ലൈഫ് സ്കില്ലാണ്. നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, ആ സ്നേഹം നമ്മുടെ കൊല്ലില്ല. ആ രീതിയിലുള്ള ഒരു ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. അതൊരിക്കലും ഒരു തണുപ്പം മട്ടല്ല. തീർച്ചയായും ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും നമുക്ക് ഒരു ക്ലാരിറ്റിയും അതുപോലെ നമുക്ക് നല്ലൊരു ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാവും. ഇമോഷണൽ ഡിപ്പെൻഡൻസ് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കും. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഓരോ വ്യക്തിയും നേടിയെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. കാരണം ഒന്നും കൂടെ ഞാൻ പറയാണ്, ഒരാൾക്കും നമ്മളെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ അത് അനുവദിക്കാതെ നമ്മൾ അനുവദിക്കണം, അല്ലേ? അങ്ങനെ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാക്കണം. പിന്നെ ഓവർ തിങ്കിങ്, ഒരു വിഷമം, എല്ലാ കാര്യങ്ങളും പേഴ്സണലി എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാകും. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ഉള്ളിൽ ഒരു കരുത്താണ് നൽകുന്നത്. അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് നമുക്ക് നൽകും. അപ്പോൾ ഇമോഷണൽ ഇൻഡിപെൻഡൻസും വേണം, ഇമോഷണൽ ഇന്റലിജൻസും വേണം. ഇത് രണ്ടും കൂടെ കോർത്തിണങ്ങി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സന്തോഷകരമായ സമാധാനകരമായ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുക. ഇനി നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ മക്കളായിട്ടുള്ള, നമ്മുടെ ഭർത്താക്കന്മാരായിട്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നമ്മൾക്ക് അവരെ സ്നേഹിക്കാനും അവരെ കെയർ ചെയ്യാനും ഒക്കെ കഴിയും, അവരുടെ ഇമോഷൻസ് നമ്മൾ ഏറ്റെടുക്കാതെ തന്നെ. കാരണം എന്താണ്? നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മളെ കൂടെയുള്ള ആളുകൾ. പക്ഷെ അതിന്റെ സോഴ്സ് എന്താണ്? അള്ളാഹു തന്നെയാണ്. നമ്മളെ നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ കാരുണ്യത്തോട് പെരുമാറാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും നേരം എല്ലാവരും സമാധാനത്തോടെ ക്ഷമയോടുകൂടി ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? അപ്പൊ ഇനി നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം. വീട്ടിൽ നല്ല അടി നടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ മക്കൾ തമ്മിൽ ഭയങ്കര അടി, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് വാഗ്വാദം നടത്തുകയാണ് നമ്മൾ. അപ്പോ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആരെങ്കിലും 2 പേർ മുന്നോട്ട് വന്ന് ആൻസർ ചെയ്യണേ. അവര് രണ്ടുപേരും തന്നെ അത് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് അത് ശ്രദ്ധിച്ചിരിക്കും എന്താണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരാളും കൂടെ പറയോ? ആ ഒരു സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഐ വിൽ കം ബാക്ക് ടു യു വെൻ യുവർ സെൻസസ് ആർ ലൈക്ക് നോർമൽ. അങ്ങനെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇമോഷണൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് വിത്ത് പേഷ്യൻസ്. പിന്നെ ലൈല മാം പറഞ്ഞതുപോലെ മാമിന്റെ 11th ബാച്ച് അഡ്വാൻസ് സ്പീക്കർ കോഴ്സിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ.
ഇപ്പൊ ഞങ്ങളുടെ ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് ഈ വെബിനാർ. മാം അതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് നല്ല ഒരു സ്പീച്ച് നടത്താം, നല്ല സ്പീച്ച് എങ്ങനെയാണ് നടത്താൻ പറ്റുക, അതിൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ എലിമെന്റ്സ് എന്തൊക്കെയാണ്. അത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ആ എലിമെന്റ്സ് ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കാനും നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നന്നായിട്ട് അവർക്ക് റിഫ്ലക്റ്റ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ മാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ബോഡി ലാംഗ്വേജ്. പിന്നെ നമ്മൾ സ്ക്രീനിന് മുന്നിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, നമ്മുടെ വോയിസ് മോഡുലേഷൻ, അതുപോലെ വോക്കൽ എക്സസൈസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡിബേറ്റ് എങ്ങനെയാണ്, അതുപോലെ ഒരു വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ എങ്ങനെയാണ് നമ്മൾ സ്പീച്ച് കൊടുക്കേണ്ടത്. ഒരു ട്രെയിനറിന് എന്തൊക്കെ വേണം അതെല്ലാം എക്വിപ്പ് ചെയ്ത് തരും ഈ ഒരു കോഴ്സിലൂടെ. അതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ആർക്കും നല്ലൊരു സ്പീച്ച് നടത്താം എന്നുള്ള ഇതിനെ തെളിവാണ് ലൈല മാമിന്റെ ഈ ഒരു കോഴ്സ്. Thank you so much, Leila ma'am, for this wonderful course and this wonderful opportunity. Over to Leila ma'am. താങ്ക് യു സോ മച്ച് മൈ ഡിയർ. ഐ എം സോ ഹാപ്പി. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഐ എം സോ ഹാപ്പി. ആ സന്തോഷം നിങ്ങൾക്ക് എന്റെ മുഖത്തൊന്ന് മനസ്സിലാവുന്നുണ്ടാവും, എന്റെ സൗണ്ട് ഒന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ബാക്ക് അടിച്ചിട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അതേപോലെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തതുപോലെ അവരുടെ ഉള്ളിലുള്ള ആ വാക്കുകളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഐ എം ലൈക്ക് സോ ഗ്രേറ്റ്ഫുൾ ടു യു. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം മാമിനെ അറിയുന്നവർക്ക് അറിയാം മാം എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇത് ഞാൻ ശരിയാക്കും, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യും, ഇതിൽ ഞാൻ ഇങ്ങനെ നടക്കും. ഐ എം സോ ഹാപ്പി മൈ ഡിയർ. ഐ എം സോ ഹാപ്പി. സച്ച് എ ബ്യൂട്ടിഫുൾ ടോപ്പിക്. ഒരുപാട് ഇൻസൈറ്റ് തരുന്ന ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തതും. വെരി ബ്യൂട്ടിഫുൾ. നമുക്കിവിടെ ഇനി നിങ്ങളുടെ അവസരം കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ത്രൂ കടന്നു പോയപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ ഇനി ചോദിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. നമ്മളുടെ ഒരു പാർട്ടിസിപ്പന്റ് ആയ യാസ്മിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താ പിടികിട്ടിയത്, എന്താ മനസ്സിലായി, എന്താണ് നിങ്ങളുടെ ടേക്ക് അവേ പോയിന്റ്സ്? നല്ലൊരു ക്ലാസ് ആയിരുന്നു യാസ്മിന്റെ. പറയൂ സബറ മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ്. കേൾക്കുന്നില്ലല്ലോ, സൂപ്പർ എനിക്ക് ക്ലാസ്. മാത്രാണോ? സൂപ്പർ ക്ലാസ് ആയിരുന്നു. ആ കേട്ടല്ലേ? താങ്ക് യു. ഇപ്പൊ കേട്ടു. സൂപ്പർ ക്ലാസ്. നല്ല എന്താ പറയാ, നല്ല മനസ്സിലാകുന്ന ക്ലാസ് ആയിരുന്നു. ഞാന് വാച്ചിരിക്കും നോക്കിങ്ങാണ്ടിരിക്കണം. കയ്യോ തീർന്നു പോകുന്നുള്ള പേടിയിലായിരുന്നു മാം അല്ലേ? സച്ച് എ ബ്യൂട്ടിഫുൾ സെഷൻ. കമോൺ, വേറെ ആർക്കാണ് എന്തെങ്കിലും ഫീഡ്ബാക്കോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സും ചോദിക്കാം. അതിനുള്ള അവസരം ഇത്. ഞാനൊന്നുകൂടെ വന്നു. ഞാൻ പുഷ്പ. എന്റെ മാം പറയൂ. ഞാൻ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു സെഷൻ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആ ക്വാളിറ്റി ഉണ്ടാവേണ്ടത് നമുക്കാണ്. എങ്കിൽ മാത്രമാണ് അത് വെറുതെ ഒരു ക്ലാസ് എടുത്ത് പോകാന്നുള്ളതിനേക്കാൾ ഉപരി ആ ക്ലാസ് കേൾക്കുന്നവർക്ക് അത് അത്രയും എഫക്റ്റ് ആവണം എങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി വേണം. ഇപ്പം യാസ്മിൻ മാമിന്റെ ഫേസ് ആണ് കാണുന്നത്. അപ്പൊ ആ ഫേസ് എക്സ്പ്രഷനിലൂടെ ഏകദേശം ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്വാളിറ്റി എല്ലാം അടങ്ങിയ ഒരാളാണ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത് എന്നുള്ളത് അത് കിട്ടുന്നവർക്ക് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പം ഗ്രേറ്റ് മാം, കീപ് ഇറ്റ് അപ്പ്. ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ ആർക്കാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒരു ഡൗട്ട് റെക്കോർഡ് ഇൻഷാ അല്ലാഹ് തരാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മളുടെ കോഴ്സിനെ കുറിച്ചിട്ട് യാസ്മിൻ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോഴ്സ് ബിക്കം എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ. നിങ്ങൾക്ക് ട്രെയിനർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഇതൊരു വെരി ടൈം കംപ്രസ്ഡ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മളൊരു സ്കൂളിൽ കുഞ്ഞ് സ്കൂൾ എന്ന് ഞാൻ പറയൂല, അംഗൻവാടിയിലൊക്കെ പോകുന്ന ഫീലിംഗ് ആയിരിക്കും അല്ലേ യാസ്മിൻ മാം? അങ്ങനല്ലേ? അത്രയും ചിരിച്ചു കളിച്ചിട്ടാണ് നമ്മൾ ഈ സെഷൻസ് ഒക്കെ അതെ അതെ കൊണ്ടുപോകുന്നത്. അത്രയും രസകരമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ആക്ച്വലി വി ആർ ലൈക്ക് നിങ്ങളുടെ ആ ഒരു എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഫീലിംഗ് ഒക്കെ അങ്ങോട്ട് മാറ്റി എങ്ങനെ നമുക്ക് പവർഫുൾ ആയിട്ട് സംസാരിക്കാം എന്ന രീതിയിൽ നിങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും എങ്ങനെ ഒരു ട്രെയിനിങ് എടുക്കാം ആ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഓൺലൈൻ കുറേ പേരുണ്ടാവും, ഞാൻ ഓഫ്ലൈനിൽ സെഷൻ എടുക്കാറുണ്ട് പക്ഷെ ഓൺലൈൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഓഫ്ലൈൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഈ ഒരു കോഴ്സ് രണ്ടിനും ഉള്ളതാണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനുവേണ്ടി ഏതൊക്കെ AI ടൂൾസ് യൂസ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ഗെയിംസ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, എങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ത്രൂ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ ത്രൂ എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, അത്രയും കാര്യങ്ങൾ ഇതിൽ ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല ബ്രീത്തിങ് എക്സസൈസ്, വോക്കൽ എക്സസൈസ്, മെഡിറ്റേഷൻസ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 1 വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മളെ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് കോൺടാക്ട് ഓൺ ദിസ് നമ്പർ. ആദ്യം വരുന്ന 5 പേർക്ക് നല്ല അടിപൊളി ഏർലി ബേർഡ് ഡിസ്കൗണ്ടും ഉണ്ടാവും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഐ എം സ്റ്റോപ്പിംഗ് മൈ സ്ക്രീൻ. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ട്രെയിനർ കോഴ്സ്. ഓക്കെ, എല്ലാവരും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ട്രെയിനർ കോഴ്സ് ചെയ്ത വേറെ ആരെങ്കിലും? സലൂജ മാം, നമ്മളുടെ സ്വന്തം സലൂജ മാം അല്ലേ? അല്ലേ സലൂജ മാം? അതെ അതെ ആ, അതെ. പറയൂ മാം. മാമിന്റെ ഒരു കേക്കട്ടെ, എന്താണ് മാമിന് ഇന്നത്തെ സെഷൻ കണ്ടിട്ട് തോന്നിയത്? അടുത്ത പ്രാവശ്യം മാം വരേണ്ടതാണ് ഈ ഒരു പൊസിഷനിലേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എന്നാലും അവര് അതത്ര വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തെടുത്താണ്. പിന്നെ മാമിന്റെ നമുക്ക് വെച്ചാല് ചെറിയ ഒരു ഈ പബ്ലിക് സ്പീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുമ്പോൾ ചെയ്യുന്നതല്ല. നമുക്ക് ഈ ഒരു കോഴ്സ് വെച്ചാൽ വളരെ നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു എനിക്ക് സലൂജ മാം ഒരിക്കലും എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മളിപ്പോ പഠിച്ചതേ ഇമോഷണൽ കൺട്രോളിങ് ആണ്, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പൊ ഞാനിങ്ങനെ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ സലൂജ മാം എന്ന് പറയുന്നുണ്ടോ? ഇല്ല ഇല്ല. ഞാനൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് സലൂജ മാം എന്നെ ഭയങ്കര പവർഫുൾ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കാര്യം, ഒരു സ്റ്റോറി പറഞ്ഞിട്ട്. എന്തായിരുന്നു സലൂജ മാം ആ സ്റ്റോറി ഒന്ന് പറഞ്ഞേ? സലൂജ മാം പോയിന്ന് തോന്നുന്നു. ജസ്റ്റ് ഷീ ടോൾ ദാറ്റ് ഞാനിങ്ങനെ പോയി, ഞാൻ ക്ലാസ് സെഷനിൽ ഞാൻ അറിയാതെ സംസാരിച്ചു പോയി. എന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, പടച്ചോന് ഇത് 2 കൈകൾ എൻ്റെതല്ലേ പറക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മാം പഠിപ്പിച്ച ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത് പോവുകയാണെന്ന്. സോ ഐ വാസ് ലൈക്ക് ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ അത്. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുത്ത് അതിങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ അറിയാതെ ആ സംഗതികളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സത്യം അന്നത്തെ ദിവസം എനിക്ക് വിശപ്പില്ലായിരുന്നു. കാരണം അത്രക്ക് സന്തോഷമാണ്. ടുഡേ മൈ അനദർ സ്റ്റുഡൻറ് യാസ്മിൻ മാം, സച്ച് എ ബ്യൂട്ടിഫുൾ സെഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത യാസ്മിൻ മാമിന് എന്ത് തോന്നുന്നു ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞപ്പോ? എനിക്ക് നല്ല സന്തോഷമുണ്ട്, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. സത്യം, ഇതൊരു ക്ലാസ് ആയിട്ട് മാത്രം ആരും കാണരുത്. കാരണം ഇവിടെ നമ്മൾ വാല്യൂസാ കൊടുക്കാൻ ശ്രമിക്കുന്നത്, അത് ജീവിതത്തിൽ എടുക്കണം. അത് സത്യമാണ്. യെസ്. ഹൗ ഡിഡ് യു ഫീൽ ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് മെനി പീപ്പിൾ?
empowered. Yeah, sure. ഇനി ഒട്ടും ഒന്നും നോക്കാനില്ല, ഇനി മുന്നോട്ട് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ഇൻഷാല്ല. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ. ഐ എം സോ ഹാപ്പി സോ മെനി പീപ്പിൾ ജോയിൻ ടുഡേ. എല്ലാവർക്കും നമ്മളുടെ ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചാറ്റ് ബോക്സ് ത്രൂ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്പർ ആയാലും ചാറ്റ് ബോക്സിലുണ്ട്, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്ത് ചോദിക്കണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നോ ഇഷ്യൂസ്. നമ്മളെ ടീം മെമ്പേഴ്സിനോടും ചോദിക്കാം. ഓക്കെ. അപ്പൊ ഓൺ ദാറ്റ് നോട്ട് താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ഓൺ ദാറ്റ് നോട്ട് ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും. Walaikum salam.